ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് ശ്രദ്ധിക്കുക. അപ്പം ഞാനും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അവിയൽ പല രീതിയിലും പല ആളുകളും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാനൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അവിയലിന് വേണ്ട കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഞാനിവിടെ മുറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നതിലൊരു രീതിയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചേന ഇട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിലോട്ട് പച്ചക്കായ, അതിൻ്റെ മുകളിലോട്ട് ക്യാരറ്റ് അരിഞ്ഞത്, അതേ രീതിയിൽ തന്നെ നമുക്ക് പടവലങ്ങ അരിഞ്ഞെടുത്തതും മുരിങ്ങക്കായ അരിഞ്ഞെടുത്തതും പയറരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. അച്ചിങ്ങയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് നിരത്തിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുറച്ച് എരിവുള്ള മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കല്ലുപ്പും കൂടി ചേർത്ത് ഒരു ഇച്ചിരി വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അവിയലിലോട്ട് തേങ്ങ കുറച്ചധികം ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഞാനിവിടെ ഒരു 1.5 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത്രയും കഷ്ണത്തിലോട്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിലോട്ട് നല്ല ജീരകം, ഞാനിവിടെ കാന്താരി മുളകും ഒരു 3 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിനായിട്ട്. തേങ്ങയും ചേർത്തതാ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക, ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു വെന്ത് കഴിഞ്ഞ കഷ്ണത്തിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതുപോലെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തോട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഈ സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിന് മസ്റ്റ്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്ക് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ.